ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെരി പെരി അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഓവനോ ഗ്രില്ലോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറേ ടൈം വെക്കുന്നതോട് കൂടിയിട്ട് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ കരിഞ്ഞൊന്നും പോകാണ്ട് നല്ല പെർഫെക്റ്റ് നല്ല കുക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 4 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഫുള്ളായിട്ടുള്ള ഒരു ലെഗായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതേ ഒരു രീതിയിലാണല്ലോ ഉണ്ടാവുക, അതുപോലെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ അതുപോലുള്ള ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിക്ക് കുത്തിയെടുക്കുന്ന ആ ഒരു ഇതിൻ്റെ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതുകൊണ്ട് കുത്തിയെടുത്താലും മതി കേട്ടോ. ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ കത്തി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഒന്ന് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പ് വിനാഗിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എസൻസ് ഒന്നുമല്ല, നമ്മൾ ബോട്ടിലിൽ വാങ്ങിച്ചിട്ടുള്ള വിനാഗിരിയിൽ നിന്ന് എടുത്തിട്ടുള്ള 1 കപ്പാണ്. അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 4 പീസ് ലെഗ് പീസും മുങ്ങിക്കെടുക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവൊക്കെ എടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ അങ്ങ് ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആ ചിക്കൻ പീസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് അങ്ങ് എല്ലാം ഒന്ന് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഇനി ഒരു 3-4 മണിക്കൂർ ഇതുപോലെ ഒന്ന് വെക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളേ. ഇനി ഇത് അടിച്ച് വെക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിൽ. എന്നിട്ട് ഞാൻ അരിപ്പയിൽ കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ചെയ്തെടുക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ആ ഒരു നമ്മൾ ആ വിനാഗിരിയിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇതുപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. വെള്ളം കൊണ്ട് കഴുകിയൊന്നും എടുക്കരുത്. ആ ഒരു പുളിയും ഉപ്പൊക്കെ അതിൽ തന്നെ നിന്നോട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ഞാനിത് അവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ ചിക്കൻ ഏകദേശം കുക്കായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കിന് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇനി ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ടുള്ള കുരുമുളകും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ തന്നെ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട 2 പീസ് പട്ടയും 3 ഏലക്കായും 3 ഗ്രാമ്പും 1 ബേ ലീഫും എടുത്തിട്ടുണ്ട്. അതങ്ങിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഫസ്റ്റിൽ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതെല്ലാം ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റായിട്ട് വന്നാൽ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ട് മാറ്റി വെക്കണേ. തണുത്ത് വന്നതിന് ശേഷം മാത്രം കേട്ടോ. ഇനി നമുക്ക് വേറൊരു കൂട്ടും കൂടി ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒരു 6-7 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8-9 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 1/4 കപ്പ് പുതിനയുടെ ഇലയും 1/2 കപ്പ് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി അതൊരു മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ. തൈര് നന്നായിട്ടൊന്ന് അടിഞ്ഞ് അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള പൊടികൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുത്തിട്ടുള്ള ഒരു പച്ചമസാല ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ ഉണ്ടാവും ചെയ്യും, അധികം എരിവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എരിവോ അതുപോലെ തന്നെ പുളിയോ അതേപോലെ ഉപ്പ് എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മസാല ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ മസാല ഒരു ചിക്കൻ പീസുകൾ എടുത്തിട്ട് അതിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് പുരട്ടിയിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി കൈ എരിവ് ഉണ്ടാവും എന്നുള്ള ആളുകൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കവർ എന്തെങ്കിലും ഇട്ടിട്ട് വേണം കേട്ടോ ആ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് മസാല കോട്ട് ചെയ്ത് പിടിപ്പിക്കണേ. ഇപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കിയെടുത്താലും മതിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ച് വെക്കുകയാണേ. ഇനി ഇതിലേക്കുള്ളൊരു സോസ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പാൻക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ടേബിൾ സ്പൂണ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അത് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വിനേഗറും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ, വിനാഗിരി. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയി വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റിയിട്ട് വെക്കാം. ഇപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തവ എടുത്താൽ മതി. ഞാൻ കാസ്റ്റ് ചെയ്യേണ്ട ഒരു തവ കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്താലും മതി, ബട്ടർ യൂസ് ചെയ്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ അതുപോലെ ഓയിലൊന്നും എടുക്കരുത്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് കൂടുതലായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ചെയ്തെടുക്കാൻ പാടില്ല. കുറഞ്ഞ രീതിയിൽ ഒരു പൊള്ളിച്ചെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഈ ഒരു പീസ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസും കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ചിക്കൻ ഒന്ന് കുക്കായിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കുക്ക് ചെയ്തെടുത്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ ആ ആവി തട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുകയും ചെയ്യും, ഒന്നും കൂടെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യാം. ഫ്ലെയിം നമ്മളൊരു സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതിയിട്ട് അങ്ങനെ ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ഏകദേശം ഒന്ന് ആയി വന്നു എന്ന് കണ്ടാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്നങ്ങ് ആക്കിയിട്ടെടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മസാല ഒന്ന് കുക്കായി മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ അതാ ഏകദേശം ഇതിങ്ങനെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു രൂപത്തിലായിട്ട് വരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ കരിഞ്ഞു വരുന്നിട്ടുമില്ല. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സോസ് ഉണ്ടല്ലോ, ആ സോസ് ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു ബ്രഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പതുക്കെ ഒന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. 2 പീസ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ള ആ സോസ് ഉണ്ടല്ലോ, അതും കൂടി അതിൻ്റെ മുകളിൽ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി.
കുറച്ച് ടൈം ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മസാലയും ജസ്റ്റ് ഒന്നങ്ങ് അതിലൊന്നങ്ങ് പിടിച്ച് കണ്ടാൽ നമുക്ക് അതിൽ നിന്നങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം. ഇതാകുമ്പോൾ ചിക്കൻ നല്ലോണം കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് കൂടുതൽ ടൈം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഞാനെല്ലാം കുക്ക് ചെയ്തെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കരി എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ച് വെക്കുക കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവർ ആ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കിന് തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ അതിന് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട്. ആ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുമുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.